മാന്നാറിൽ 15 വർഷം മുമ്പ് കൊല ചെയ്യപ്പെട്ട 15 വർഷം മുമ്പ് കാണാതായ വീട്ടമ്മയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കേരള പോലീസ്. അവർ കാണാതാവുകയല്ല, മറ്റൊരാളോടൊപ്പം നാടുവിട്ടു പോവുകയല്ല, മറിച്ച് അവരെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയതാണ് എന്ന തരത്തിൽ ഒരു വിവരം പോലീസിന് കിട്ടുകയായിരുന്നു. അത് 2 മാസങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷൻ തേടിയ തിരുവുമക്കത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ്. അതേ തുടർന്ന് പോലീസ് പല വഴിക്കുള്ള പരിശോധനകൾ നടത്തി, വിവരശേഖരണം നടത്തി. കല എന്ന് പറയുന്ന യുവതി എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധനകൾ ഏറെ മുന്നോട്ട് പോയെങ്കിലും അത് ഫലപ്രാപ്തിയിലെത്തിയില്ല. അതിനെ തുടർന്ന് ഭർത്താവ് അനിലിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് വിവരങ്ങൾ തേടുകയുണ്ടായി. അവരിൽ 5 പേർ, അനിലിൻ്റെ ബന്ധുക്കളായ 5 പേർ, ഇവരൊരുമിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ഈ കത്തിലൂടെ കിട്ടിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അവരിൽ നിന്ന് വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഈ സെപ്റ്റിക് ടാങ്ക് അനിൽ വീട് പൊളിച്ച് പുതിയ വീട് പണിതപ്പോഴും വീടിൻ്റെ ഒരു വശത്തായി പഴയ ഈ കുളിമുറിയും കക്കൂസും സെപ്റ്റിക് ടാങ്കും അടങ്ങുന്ന ഭാഗം പൊളിക്കാതെ അവശേഷിപ്പിക്കുകയായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ അവശേഷിപ്പിച്ചത് എന്ന ചോദ്യം നാട്ടുകാർ ഉന്നയിച്ചപ്പോൾ വാസ്തുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് പൊളിക്കാതെ വെച്ചിരിക്കുന്നത് എന്നാണ് മറുപടി നൽകിയിരുന്നത്. ഇതൊക്കെ പോലീസിന് സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാക്കാൻ പോകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്ന അറിവിനെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. എത്രമാത്രം വിവരങ്ങൾ കസ്റ്റഡിയിലുള്ളവർ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചും വലിയ ധാരണ പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എങ്കിൽ പോലീസിന് അത് വിശദീകരിക്കേണ്ടി വരും. ആളുകളെ കസ്റ്റഡിയിൽ വെച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ കിട്ടി അവരെ കുറ്റച്ചാർത്ത് നടത്തി എന്നുള്ള വിമർശനം അവർക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തേക്ക് വിട്ടിട്ടില്ല. എന്തായാലും 2:30 മണിയോടുകൂടി ആരംഭിച്ച പരിശോധനയാണ് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുകയാണ്. മാന്നാറിൽ അനിലിൻ്റെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുകയാണ്. മനുഷ്യവിസർജനത്തിൽ നിന്ന് ഈ പറയുന്ന തെളിവുകൾ കണ്ടെത്തുക എന്ന് പറയുന്ന ശ്രമകരമായ ദൗത്യമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഷിനോജ, പരിശോധന എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ടാങ്ക് തുറന്നുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. നമുക്കിപ്പോൾ പങ്കുവയ്ക്കാവുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് സംശയകരമായ രീതിയിലുള്ള ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. ഈ പ്രധാനമായും ഈ വസ്തുക്കൾ എന്താണെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല. എന്തായാലും ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിൽ ചില വസ്തുക്കൾ ഈ കുഴിവെട്ടുന്ന ആൾക്കാരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് പോലീസിന് അവർ കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഫോറൻസിക് സംഘം ഈ ഇതിൽ കിട്ടിയ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ നിലവിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുക. എന്തായാലും ഈ 2:30 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നിന്ന് ചില വിവരങ്ങൾ, സംശയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും 8 ഉൾപ്പെടെ ആളുകൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന തുടരുന്നത്. ഈ നേരത്തെയൊക്കെ ചില സംശയങ്ങളൊക്കെയാണ് ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ആയിരുന്നു പോലീസ് പങ്കുവച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ വസ്തുക്കൾ അത് ഒരുപക്ഷെ മുടിയാകാം. കാരണം കറുത്ത ഒരു വസ്തുവാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. അവർ അത് അങ്ങോട്ട് ഫോറൻസിക് സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഫോറൻസിക് സംഘമാണ് ഇപ്പോൾ ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അത് ഒരുപക്ഷെ ഈ കലയുടെ മുടിയാണോ മറ്റെന്തെങ്കിലും വസ്തുക്കളാണോ എന്ന് സംബന്ധിച്ച് ഒരുപക്ഷെ ഇത് കലയുടേതാണെന്ന നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന വേണ്ടി വരും. അത്തരത്തിലുള്ള പരിശോധന നടന്നാൽ മാത്രമേ ഇത് കലയുടേതാണ് എന്ന തരത്തിലേക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ രീതിയിലുള്ള പരിശോധനയിൽ മാത്രമേ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടെ എന്തായാലും നിഗമനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിൽ ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞ് പരിശോധന തുറന്നിട്ട് ആ പരിശോധനയിൽ നിന്ന് ഒരു കൃത്യമായ വിവരം, അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരു കലയുടെ നിന്ന് സംശയിക്കുന്ന തരത്തിലുള്ള തലമുടി കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ അതായത് കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുപക്ഷെ ഈ പുതിയ വീട് പണിയുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ശുചിമുറിയുമായി ബന്ധപ്പെട്ട സെപ്റ്റിക് ടാങ്കാണിത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുടി എന്നൊക്കെ പറയുന്നത് ആരുടേത് വേണമെങ്കിലും ആകാം. എന്നിരുന്നാൽ പോലും ഉപേക്ഷിച്ച് കളയാൻ കഴിയാത്ത തെളിവ് തന്നെയാണ്. എത്രത്തോളം ശ്രമകരമാണ് യഥാർത്ഥത്തിൽ ഇത് ഷിനോജ്? അങ്ങനെ ഒരു കൃത്യമായ തെളിവ് നൽകുന്ന, ഒരു ലീഡ് നൽകുന്ന ഒരു അവശിഷ്ടം കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം
മധു 15 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം എന്നാണ് ഇത് കരുതുന്നത്. അത്തരത്തിൽ ഒരു സംഭവത്തിൽ ഈ മൊഴി നൽകിയിരിക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകൾക്ക് പോലും തങ്ങളുടെ വീടിന്റെ ഈ നിലവിൽ അനില് താമസിക്കുന്ന വീടിന്റെ കിഴക്ക് ഭാഗത്ത് എവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്, സെപ്റ്റി ടാങ്കിന് സമീപത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. അത് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ആ രീതിയിലാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഇത് കൃത്യമായ രീതിയിൽ മറവ് ചെയ്തിരിക്കുന്നതെന്ന് സംബന്ധിച്ച് പല സംശയങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ആദ്യം സെപ്റ്റി ടാങ്കിന്റെ ഒരു സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിച്ചു, അതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. തുടർന്നാണ് ഇതിന് സമയമുണ്ടായിരുന്ന മറ്റൊരു സെപ്റ്റി ടാങ്ക് കൂടി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംശയിക്കുന്ന കലയുടേതാണെന്ന് സംശയിക്കുന്ന തരത്തിൽ തലമുടി കണ്ടെത്തിയിരിക്കുന്നത്. ആ തലമുടി കണ്ടെത്തിയ ഉടൻ തന്നെ ഫോറൻസിക് സംഘം അത് പരിശോധന നടത്തി. ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ ആ പരിശോധനയുടെ ദൃശ്യങ്ങൾ എത്രത്തോളം പ്രേക്ഷകരുമായി കാണിക്കാൻ കഴിയുന്നുണ്ട് എന്ന തരത്തിൽ സംശയമുണ്ട്. എന്തായാലും ആ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. സെപ്റ്റി ടാങ്കിൽ നിന്ന് കലയുടേതെന്ന് സംശയിക്കുന്ന തരത്തിൽ ഉള്ള തലമുടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ആ പരിശോധനയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം തുടരുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇത് കലയുടേതാണെന്ന നിഗമനത്തിലേക്കൊക്കെ തന്നെ എത്തണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന, ഇപ്പോൾ DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ കലയുടേതാണെന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. കാരണം ഒരു ബാത്റൂം ആകുമ്പോൾ, ഒരു ടോയ്ലറ്റ് ആകുമ്പോൾ അത് ഒരുപാട് പേർ ഉപയോഗിക്കും. പ്രത്യേകിച്ച് നാട്ടിൻപുറമൊക്കെ ആകുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നത് ഒറ്റ ബാത്റൂമൊക്കെ കാണത്തുള്ളൂ. അതിനുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത് ആ ഒറ്റ ടോയ്ലറ്റ് ആയിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഇത് മറ്റാരുടെങ്കിലും ഒക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന നടന്നാൽ മാത്രമേ ഇത് കലയുടേതാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എങ്കിലും ഒരു നിലവിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് കൃത്യമായ ഒരു സൂചന കിട്ടിയിരിക്കുകയാണ്. ഇനി ബാക്കി അന്വേഷണം, കൂടുതൽ പരിശോധന, സത്യടാങ്കിലുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ വീണ്ടും തുടരും. അതിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വിവരമെന്ന് പറയുന്നത് സത്യടാങ്കിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരുതുന്ന തലമുടി പോലീസിനെ കണ്ടെത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ പരിശോധനയ്ക്കായി മാന്നാറിലെത്തുന്ന സമയത്ത് പോലീസ് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്തായിരുന്നു അവിടെ? ഈ വീട്ടിലിപ്പോഴും താമസക്കാരടക്കം ഉണ്ടല്ലോ അല്ലേ? മനുവിന്റെയും കലയുടെയും കുഞ്ഞുണ്ട്, ഇപ്പോഴത്തെ പുതിയ ഭാര്യയും കുഞ്ഞും, അങ്ങനെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി വന്ന സമയത്ത് ആ വീട്ടുകാർ ഈ പോലീസിന്റെ നീക്കത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് ഷിനോജ്? അത് 15 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം എന്നാണ് കരുതപ്പെടുന്നത്. അത്തരത്തിലുള്ള മൊഴികളൊക്കെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തിരോധാനം എന്ന നിലയിലാണ്, കലയുടെ തിരോധാനം എന്ന നിലയിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ഇതിനെ കണ്ടിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന കാര്യം, പ്രത്യേകിച്ച് 2 മാസം മുൻപ് ഒരു ഊമക്കത്ത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് വരുന്നു. അതിൽ അനിലും അതുപോലെ തന്നെ ബന്ധുക്കളും ഉൾപ്പെടെ ചേർന്നാണ് കലയെ കൊലപ്പെടുത്തിയതെന്നുള്ള വിവരം പോലീസിന് കിട്ടുന്നു. എന്നാൽ ഒരു ഊമക്കത്ത് കിട്ടി. ഒരുപക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ പോലീസിന് ധാരാളം ഊമക്കത്തുകളൊക്കെ വരുന്ന ഒരു നാടാണ് നമ്മുടെ ഒരു ദിവസേന പോലീസ് സ്റ്റേഷനിലൊക്കെ ധാരാളം ഊമക്കത്തുകളൊക്കെ വരുന്നതാണ്. ഒരുപക്ഷെ അത് വേണമെങ്കിൽ ചവിറ്റുകൊട്ടയിൽ തള്ളാമായിരുന്നു. പക്ഷേ പോലീസ് അതിന്റെ സാധ്യതയെക്കുറിച്ച് പരിശോധിച്ചു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ 5 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആ 5 പേരിൽ നിന്ന്